അടുത്ത ദിവസം യാത്ര തുടങ്ങിയത് ശ്രീ കാലഭൈരവ ക്ഷേത്രത്തിലേക്കാണ്. വാരണാസിയിലെ ഏറ്റവും പുരാതനവും ആദരണീയവുമായ ക്ഷേത്രങ്ങളിലൊന്ന്. കാശിയുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന കാലഭൈരവ് നഗരത്തിന്റെ സംരക്ഷകനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ഒരു പൂർണ്ണ വിഗ്രഹമല്ല, മറിച്ച് തലയോട്ട് മാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വെള്ളി മുഖമുള്ള കാലഭൈരവന്റെ ഒരു പ്രതിമയാണ്. കാശിയിൽ ആത്മീയ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ പലപ്പോഴും ഇവിടുന്ന് അനുഗ്രഹം തേടാറുണ്ട്. പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷ്യമാമൃതാ. അവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാനായി പ്രശസ്തമായ തത്താരി ബസാറിലെ രാം ബന്ദറിലേക്കാണ് പോയത്. നല്ല ചൂടുള്ള കച്ചോരി സബ്സിയും ജിലേബിയുമാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് പ്രവർത്തന സമയം. കച്ചോരി കഴിക്കാൻ ആളുകളുടെ തിരക്കാണ് ഇവിടെ. അടുത്തതായി ബനാറസി ചാട്ടിന് പേരുകേട്ട സ്ഥലമായ കാശി ചാട്ട് ബന്ദറിലേക്കാണ് പോയത്. കാശി വിശ്വനാഥ് ടെമ്പിളിലേക്ക് പോകുന്ന മെയിൻ റോഡരികിൽ തന്നെയാണ് കട സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു മൺപാത്രത്തിൽ വിളമ്പുന്ന ടമാട്ടർ ചാറ്റ് കഴിക്കാനായി നിൽക്കുന്നവരുടെ തിരക്കാണ്. തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടി. ഉരുളക്കിഴങ്ങും തക്കാളിയും മുളകുമൊക്കെ ചേർത്ത് സ്പൈസി ആയിട്ടുള്ള ചാറ്റാണിത്. ഒരു പ്രത്യേക തന്നെ ടേസ്റ്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിഭവം കഴിച്ചിട്ടില്ല. അവിടുന്ന് നേരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയായാണ്. ഗംഗാനദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം പവിത്രമായ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നാണ്. ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പല കാലഘട്ടങ്ങളിലായി നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മാണം നടത്തപ്പെടുകയും ചെയ്തിരിക്കുന്നതായി കാണാം. യഥാർത്ഥ ക്ഷേത്രം കുത്തബ്ദീൻ ഐബക്ക് നശിപ്പിക്കുകയും പിന്നീട് അക്ബറിന്റെ ധനമന്ത്രിയായ രാജ തോഡർമാലിന്റെ പിന്തുണയോടെ പണ്ഡിറ്റ് നാരായൺ ഭട്ട് പുനർനിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. വീണ്ടും മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ പൊളിക്കപ്പെടുകയും പകരം അവിടെ ഗൻവ്യാപി മോസ്ക് നിർമ്മിക്കപ്പെടുകയും ചെയ്തു. നിലവിലെ ക്ഷേത്രഘടന 1780 ഇൻഡോറിലെ മഹാറാണി അഹല്യബായി ഹോൾക്കർ നിർമ്മിച്ചതാണ്. 18ാം നൂറ്റാണ്ടിലെ നഗാര സ്റ്റൈലിലുള്ള ടെമ്പിൾ ആർക്കിടെക്ചറാണ് ഇവിടെ. ക്ഷേത്രത്തിനകത്തെ ടെമ്പിളിനെ വെൽ ഓഫ് വിസ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഔറംഗസേബ് ക്ഷേത്രം നശിപ്പിച്ച സമയത്ത് ശിവന്റെ വിഗ്രഹം ഈ കിണറിലാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നാണ് വിശ്വാസം. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശി വിശ്വനാഥ് ടെമ്പിൾ കോംപ്ലക്സ് റീഡെവലപ്മെന്റ് ചെയ്യുകയും കാശി വിശ്വനാഥ് ധം കോറിഡോർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ടെമ്പിളിനെ ഗംഗാ നദിയുമായി കണക്ട് ചെയ്യുന്നതാണ് കാശി വിശ്വനാഥ് ധം കോറിഡോർ. അതുവഴി നമുക്ക് ഘട്ടുകളിലേക്കും കടക്കാം. പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷ്യമാമൃതാ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഹോം ജൂം സഹ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷ്യമാമൃതാ. വരുണ അസി എന്ന നദികളുടെ ഇടയിലുള്ള സ്ഥലം എന്ന രീതിയിലാണ് വാരണാസി എന്ന പേര് വന്നിരിക്കുന്നത്. വടക്കേറ്റത്തുള്ള പഞ്ചഗംഗ ഘട്ട് മുതൽ തെക്കേറ്റത്തെ അസിഘട്ട് വരെ 80-ൽ കൂടുതൽ ഘട്ടുകളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും നിലവിലുള്ള കല്ലുകൊണ്ടുള്ള ഘട്ടുകളിൽ ഭൂരിഭാഗവും മറാത്ത സാമ്രാജ്യത്തിന്റെ സ്വാധീനകാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ദശാശ്വമേധ്, മണികർണിക, അസിഘട്ട് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഘട്ടുകൾ. ദശാശ്വമേധ ഘട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ഗംഗാ ആരതി കാണാൻ പോയത്. ഏറ്റവും പ്രശസ്തവും പുണ്യവും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഘട്ട്.
പല കെട്ടുകളും ഇതിഹാസങ്ങളുമായോ പുരാണങ്ങളുമായോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ ശുദ്ധീകരണ സങ്കല്പത്തിനായിട്ടാണ് ഈ കെട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭക്തർ അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പുണ്യസ്നാനം നടത്തിവരുന്നു. മണികർണിക ഘട്ടിനടുത്തായി 9 ഡിഗ്രി കോണിൽ ചരിഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രമാണ് രത്നേശ്വർ മഹാദേവ് ടെമ്പിൾ. കാശിയിലെ ചരിഞ്ഞ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൻ്റെ ഏതാണ്ട് ഇരട്ടി ചരിവുണ്ട് ഇവിടെ. ഐതിഹ്യപ്രകാരം അമ്മയുടെ കടമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കഥകളനുസരിച്ചൊരു ദാസൻ തൻ്റെ അമ്മ രത്നാബായിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച് താൻ അമ്മയോടുള്ള കടം വീട്ടിയതായി പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ ക്ഷേത്രം ചരിഞ്ഞെന്നും, കാരണം വിശ്വാസമനുസരിച്ച് ഒരാൾക്ക് ഒരിക്കലും അമ്മയോടുള്ള കടം വീട്ടാൻ കഴിയില്ല എന്നതുകൊണ്ട്. ഉച്ചയോടുകൂടി കട്ടുകളിലൂടെയുള്ള യാത്രയ്ക്ക് ഇടവേള കൊടുത്ത് വീണ്ടും ഒരു ലസ്സി കുടിക്കാൻ പോയി. ഗലിയുടെ ഇടുങ്ങിയ വഴികളിലൂടെ നടന്നെത്തുമ്പോൾ വാരണാസിയിലെ 70 വർഷം പഴക്കമുള്ള ഒരു ഐതിഹാസിക കടയാണ് ബ്ലൂ ലസ്സി ഷോപ്പ്. 75-ലധികം തരം കട്ടിയുള്ളതും പരമ്പരാഗതവുമായ ലസ്സിക്ക് പേര് കേട്ടതാണ് ഇവിടെ. ലോകമെമ്പാടുമുള്ള സന്ദർശകർ തങ്ങളുടെ കുറിപ്പുകൾ, ഫോട്ടോകൾ, സന്ദേശങ്ങൾ എന്നിവയാൽ പൂർണ്ണമായും പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന ഉൾഭാഗത്തെ ചുവരുകളുടെ കടും നീല നിറത്തിൽ നിന്നാണ് കടയ്ക്ക് ഈ പേര് ലഭിച്ചത്. കുൽഹട്ട് അഥവാ മൺപാത്രങ്ങളിലാണ് ലസ്സി വിളമ്പുന്നത്. ക്ലാസിക് ഡ്രൈ ഫ്രൂട്ട്സും കുങ്കുമപ്പൂവും ഫ്രഷ് ഫ്രൂട്ട്സും അടങ്ങിയ വിവിധ ലസ്സികൾ ലഭ്യമാണ്. നല്ലൊരു ഡ്രൈ ഫ്രൂട്ട് ലസ്സിയും കുടിച്ച് ഉച്ചഭക്ഷണത്തിനായി പോയത് പ്രശസ്തമായ ബാട്ടി ചോക്ക റെസ്റ്റോറൻറ്റിലേക്കാണ്. കിഴക്കൻ യുപിയിലെ പ്രശസ്തമായ ഒരു വിഭവമാണ് ബാട്ടി ചോക്ക. ഗ്രാമീണവും ചാർക്കോൾ ഉപയോഗിച്ചുള്ള പാചകരീതിയും എർത്തി ഫ്ലേവറും ചേർന്ന് ഗൃഹാതുരത്വം ഉണർത്തുന്ന അന്തരീക്ഷമാണ് ഇവിടുത്തെ പ്രത്യേകത. കളിമൺ പാത്രങ്ങൾ, ഇല പ്ലേറ്റുകൾ, പരമ്പരാഗത നെയ്ത്തിരിപ്പിടങ്ങൾ അഥവാ ചാർപ്പേ ഒക്കെ കൊണ്ട് തന്നെ തനതായ ഗ്രാമീണ ശൈലിയിലാണ് ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്.
ശക്തമായ മസാല ചേർത്ത കറികളിൽ നിന്ന് വ്യത്യസ്തമായി ഗീ ചേർത്ത ഒരു സ്മോക്കി ഫ്ലേവറാണ് ഭക്ഷണത്തിന്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഹോട്ടലിൽ പോയി അല്പം വിശ്രമിച്ച ശേഷം വൈകിട്ടത്തെ യാത്ര അസീഘട്ടിലേക്കാണ്. വാരണാസിയുടെ തെക്കൻ അതിർത്തിയാണ് ഗംഗയും അസി നദിയും സംഗമിക്കുന്ന സ്ഥലമായ അസീഘട്ട്. സ്കന്ദപുരാണത്തിൽ അസി സംഗമേശ്വർ ടെമ്പിളിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ ചുരുക്കം ഘട്ടുകൾ മാത്രമാണ് നഗരവുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നുകൂടിയാണ് അസീഘട്ട്. കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഏറ്റവും അടുത്തുള്ള പ്രധാന ഘട്ട് കൂടിയാണിത്. ഇവിടെയും ഗംഗ ആരതി നടത്തുന്നുണ്ട്. ദശാശ്വമേധ ഘട്ടിലെ ആരതിയിൽ നിന്ന് വ്യത്യസ്തമായി അസിഘട്ടിലെ ആരതി കുറച്ചുകൂടി ശാന്തവും തിരക്ക് കുറഞ്ഞതുമാണ്. പുരാണം അനുസരിച്ച് അസുരന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം ദുർഗാദേവി തന്റെ വാൾ അസി നദിയിലേക്ക് എറിഞ്ഞു എന്നാണ് വിശ്വാസം. സന്യാസ കവിയായ തുളസിദാസ് രാമചരിതമാനസം രചിച്ചത് ഇവിടെയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. വൈകുന്നേരത്തെ ഗംഗാ ആരതിയും കണ്ട് കുറേ നേരം അവിടെ ചിലവഴിച്ചു. അവിടുത്തെ പ്രശസ്തമായ ഒരു പിസേറിയായ വാട്ടിക കഫേയിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. ധാരാളം ഗ്രീനറിയൊക്കെയുള്ള ശാന്തമായ ഒരു ഔട്ട്ഡോർ ഡൈനിങ്. ഇവിടെ ഇരുന്നാൽ ഗംഗാനദിയുടെയും അസീഘട്ടിൻ്റെയും മനോഹരമായ കാഴ്ച ലഭിക്കും. 1992 സ്ഥാപിതമായ ഈ കഫേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പിസേറിയകളിൽ ഒന്നാണ്. വളരെ തിൻ ക്രസ്റ്റ് പിസയും ആപ്പിൾ പൈ ഐസ്ക്രീമും ഒക്കെയാണ് പ്രശസ്തമായ വിഭവങ്ങൾ. അതൊക്കെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞ് വാരണാസി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പലർക്കും കാശി യാത്ര ഒരു ആന്തരിക പരിവർത്തനം കൂടിയാണ്. ജീവിതത്തോടും മരണത്തോടുമുള്ള കാഴ്ചപ്പാടിൽ അനുഭവപ്പെടുന്ന മാറ്റം. എനിക്ക് ഇന്ന് ഇവിടുന്ന് തിരികെ പോകുമ്പോൾ തോന്നുന്നത് ഒരു വിങ്ങലാണ്. കൾച്ചറലി വ്യത്യസ്തമായ, ചരിത്രപരമായി ഇത്രയും പ്രാധാന്യമുള്ള ധാരാളം വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്ന വാരണാസി ഇന്ന് നേരിടുന്നത് കടുത്ത പരിസ്ഥിതി മലിനീകരണമാണ്. പെട്ടെന്നുള്ള നഗരവത്കരണം, സംസ്കരിക്കാത്ത മലിനജലം പുറന്തള്ളൽ, വ്യാവസായിക മലിനീകരണം എന്നിവയൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിനിലെ ഏറ്റവും മലിനപ്പെട്ട സിറ്റി കൂടിയാണ് വാരണാസി. ഹോളി സിറ്റി എന്നറിയപ്പെടുന്ന വാരണാസി മലിനീകരണം മൂലം ഇന്ന് മോസ്റ്റ് ടോക്സിക് സിറ്റി ഓഫ് ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്പിരിച്വൽ ടൂറിസത്തെ സുസ്ഥിര വികസനവുമായി ബന്ധിപ്പിക്കുന്നത് അതിൻ്റെ പുരാതന പൈതൃകം നിലനിർത്താനും ഗംഗാനദിയെ സംരക്ഷിക്കുന്നതിനും സഹായകമാകും. ഞാൻ വിശ്വസിക്കുന്നത് എവിടെയാണെങ്കിലും അവിടുത്തെ വികസനം കൊണ്ട് പ്രയോജനമുണ്ടാകേണ്ടത് പ്രാദേശിക നിവാസികൾക്ക് കൂടിയാണ്. ഇനി ഒരിക്കൽ വരുമ്പോൾ ഒരുപക്ഷെ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടായേക്കാം.